അല്ല ഗൈസ്, ഡാർക്ക് വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറുക്കന്മാരായിട്ട് ഒരു ഓഫ് റോഡ് മീറ്റപ്പ് വെക്കാൻ വിചാരിച്ച്. അപ്പോൾ ഗൈസ്, ഞാൻ നിങ്ങളോട് എല്ലാവരും ഒരു ക്ഷമ വഹിക്കുകയാണ്. കാരണം എൻ്റെ വീഡിയോക്കും കാര്യങ്ങളും ഇപ്പോൾ വ്യൂസും കാര്യങ്ങളും കിട്ടുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാനൊരു നൈറ്റ് സമയത്താണ് വീഡിയോ ഇടുന്നത്. കാരണം എനിക്ക് അപ്പോഴേ ഉള്ളൂ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു ടൈം കിട്ടുന്നത്. കാരണം ഞാൻ ഞാനൊരു 10ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ എനിക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ തിരക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു മച്ചാൻ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. എന്നും മീറ്റപ്പിൽ എത്തുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല കേട്ടോ. വെൽട്രിക്സ് ബ്രോ, കുറച്ച് ബ്രോ എത്തിയിട്ടുണ്ട്, കുറച്ച് ആൾക്കാർ. അപ്പോൾ ഗൈസ്, പിന്നെ നിങ്ങളോട് വേറെ കാര്യം പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് വൈൻഡപ്പിൻ്റെ ഒരു ക്ലിപ്പ് പോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. വൈൻഡപ്പിൻ്റെ ക്ലിപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ ആ ഒരു ക്ലിപ്പ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും എടുത്തിടുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ജസ്റ്റ് ഓഫ് റോഡ് കയറാം. നമുക്ക് ഈ ഓഫ് റോഡ് കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്ക്. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ഓഫ് റോഡാണ്. പക്ഷേ ഇതൊക്കും നല്ലൊരു അടിപൊളി ഓഫ് റോഡ് മീറ്റപ്പ് നമ്മൾ വെക്കുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും ഉള്ളൊരു ദിവസം നല്ലൊരു കിഡിലെ ഓഫ് റോഡ് മീറ്റപ്പ് നമ്മൾ വെക്കുന്നതായിരിക്കും കേട്ടോ. ഇന്നെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർക്കേ കയറാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കും കിടിലൊരു ഓഫ് റോഡ് മീറ്റപ്പ് നമ്മൾ വെക്കുന്നതായിരിക്കും. പിന്നെ ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്രയും ഒരു പ്രചോദനമായിരുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ ഇനിയും എൻ്റെ കൂടെ വേണം. കാരണം നിങ്ങൾക്കുള്ളത് ഞാൻ തരും. കാരണം നിങ്ങൾക്ക് എന്തായാലും ഞാൻ തരും. ഈ മുമ്പിൽ കിടക്കുന്ന ഈ റാപ്റ്റർ ഞാൻ വർക്ക് ചെയ്തതാണോ എന്ന് ഡൗട്ട്. ഇത് ഞാൻ വർക്ക് ചെയ്ത് കൊടുത്തൊരു വണ്ടിയാണോ എന്ന് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഈ റാപ്റ്റർ നമ്മളെ വണ്ടി കയറുന്നില്ല. നമ്മൾ റാപ്റ്റർ കുറേ മുമ്പ് എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു വണ്ടിയാണ് കേട്ടോ. അത് ഞാൻ വർക്ക് ചെയ്ത വണ്ടി തന്നെയാണ്. എൻ്റെ കളർ അതല്ലായിരുന്നു, പക്ഷേ ഞാൻ വർക്ക് ചെയ്ത വണ്ടി തന്നെയാണ്. അത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി നേരത്തെ വീഡിയോ ഇടാൻ, പക്ഷെ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അത് ചെറുക്കന്മാരെല്ലാവരും വൈബാണ് കേട്ടോ. ഓഫ് റോഡ് മീറ്റപ്പ് കാര്യങ്ങളും ഇടുക്കൊരു മീറ്റപ്പ് ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ വണ്ടിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു എൻജിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് തോന്നുന്നത്. നമ്മൾ V60 എൻജിൻ സെറ്റ് ആക്കിയിട്ടില്ല. അത് സെറ്റാക്കിയാൽ കറക്റ്റ് റെഡി ആവുമാക്കാരം. പക്ഷെ നമ്മൾ V60 എൻജിൻ സെറ്റാക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഒരു പുടുത്തുണ്ട്. നമ്മളിൽ മാക്സ് എൻജിൻ തന്നെ ഇട്ടേക്കുന്ന ട്രിപ്പിൾ ടർബോയും കാര്യങ്ങളും കയറ്റിയിട്ടുണ്ട്. പക്ഷെ വണ്ടി ഒന്നും കയറുന്നില്ല. നമ്മൾ ചെറിയൊരു അടവെടുത്ത് ഈ സൈഡിൽ കൂടെ ഒക്കെ ആക്കി കയറാൻ വിചാരിച്ച്. ഇല്ലേ നമ്മൾ ഇവിടുന്ന് പോയിട്ട് വേറെ എവിടേക്കെങ്കിലൊക്കെ കയറണം. അത് നല്ലൊരു ഐഡിയ കേട്ടോ. ആർക്കും അങ്ങനെ കയറാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ സ്പേസ് ഒന്ന് മാറ്റിപ്പിടിക്കാം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ക്ഷമിക്കുക. ഈ വീഡിയോ ഈ ടൈം ഇടുന്നതുകൊണ്ട് എല്ലാവരും ഒന്ന് പരമാവധി കാണാൻ നോക്കുക കേട്ടോ. അവിടെ ഈ മച്ചൻ കയറിപ്പോയ സ്പേസിലൂടെ നമുക്ക് ഈ സൈഡിലൂടെ ഒന്ന് കയറാൻ നോക്കാം. പിന്നെ ഗൈസ്, എല്ലാ മച്ചന്മാരും നമ്മുടെ സപ്പോർട്ട് ചെയ്യണം. പഴയ പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സെറ്റാക്കാറുണ്ട്. എടാ, ഇതെന്തുവാണ്? ഇതങ്ങ് കയറാൻ പറ്റുന്നില്ല. ഇതെന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലാവില്ല. സീനില്ല. നമുക്ക് എങ്ങനെയാലും അച്ഛന്മാരുടെ അടുത്ത് എത്തണം കേട്ടോ. നമുക്ക് അവിടെയാണ് എല്ലാവരും നിൽക്കുന്നത്. നമുക്ക് ആ ഭാഗത്തോട്ട് തന്നെ പോയേക്കാം. ഈ വണ്ടി കൊണ്ട് കയറാൻ പറ്റുന്നില്ലടേ. നമ്മുടെ ഓഫ് റോഡ് മീറ്റപ്പ് ഒന്നാമത് കൊളാവാനുള്ള കാരണം ഈ വണ്ടി അങ്ങനെ കയറാത്തൊന്നും അല്ല. പക്ഷേ ഇതെന്തോ ഒരു ഗിയർ ബോക്സിലൊന്ന് ഇഷ്യൂ ആണോ എന്ന് സംശയമുണ്ട്. സീനില്ല. പതുക്കെ എങ്ങനെയും സെറ്റായിട്ടോ. ചെറുക്കന്മാരെ നിൽക്കുന്നിടത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. കിട്ടില്ലായിട്ട് എത്താൻ പറ്റും. ചെറുക്കന്മാർ മേലെയാണ് നിൽക്കുന്നത്. നമുക്കൊന്നുകൂടി ബാക്ക് ഇറക്കിയിട്ട് കിട്ടും. സാറാ കിട്ടിയിട്ടാ. നമ്മുടെ വണ്ടി കുറച്ച് പിടുത്തുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കയറ്റിയെടുക്കും. നമ്മൾ പണ്ടേ പോളിയാ. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുക്കും. എടാ, ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളു. മറ്റന്മാരൊക്കെ പോയോ? എന്തായാലും ഈ മീറ്റപ്പ് പോയെങ്കിലും സീനില്ല. നമ്മൾ അടുത്തൊരു ഓഫ് റോഡ് മീറ്റപ്പ് വെക്കുന്നുണ്ട് എല്ലാവരും മച്ചന്മാരെയും കൂട്ടിയിട്ട്. പിന്നെ നമ്മുടെ ഒരു ട്രാവൽ ഹബ്ബ് തുടങ്ങുക എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. നമ്മളെന്തായാലും അതിൻ്റെ പരിപാടിയിലും കാര്യങ്ങളും ഉണ്ട് കുറച്ച്. എന്നാലും ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്ര ലോങ് ടൈം എടുക്കുന്നത്. എല്ലാവരും ക്ഷമിക്കുക. നമ്മളെന്തായാലും തുടങ്ങും. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇന്നലെ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ കുറച്ച് ഗൺസ്, അതായത് ഇല്ലീഗൽ ഗൺസ് നമ്മൾ
കുറച്ച് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ വല്ല വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ, ഷോർട്ട് ഫിലിം പോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ഇതിൽ വന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അങ്ങനത്തെ കുറേ വീഡിയോസ് ഇറക്കാൻ പോകും. നോക്കാം, ഷോർട്ട് ഫിലിം പോലത്തെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നമ്മളിടും. അതാണ് ആ മച്ചാൻ കയറി വരുന്നുണ്ട് കേട്ടോ. മച്ചാൻ കറക്റ്റ് കയറി വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻജോയ്മെൻറ്റ് ചെയ്തെടുക്കാനുള്ളൊരു വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വ്യൂവേഴ്സ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഈ നൈറ്റ് ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ടാവാം. എന്നെ സമാധാനിപ്പിക്കാൻ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് പ്രശ്നമല്ല, ഞാൻ തിരിച്ച് വരും. ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ പവറാക്കും. ഞാൻ ഇവിടുന്ന് നല്ലൊരു തമ്മനയിൽ ഇട്ട് നോക്കട്ടെ. എനിക്ക് ആ മച്ചാൻ നേരെ ഇട്ടേ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നല്ലൊരു തമ്മനയിൽ ഇട്ട് നോക്കട്ടെ. ഇതിക്കിട്ട് ഈ മച്ചാൻ കൂടെ നേരെ പാർക്ക് ചെയ്തിട്ട് അവൻ നേരെ പാർക്ക് ചെയ്ത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ സെറ്റാക്കാം. മച്ചാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് പറ്റുകയാണെങ്കിൽ നല്ലൊരു സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു തമ്മനയിൽ എടുക്കട്ടെ. തമ്മനയിൽ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റേ മച്ചാനിൽ ഉൾപ്പെടുത്തിയാലോ? മറ്റേ മച്ചാൻ കയറുന്നില്ല. മറ്റേ മച്ചാൻ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് കയറിയേക്കാം കേട്ടോ. നമുക്ക് എന്തായാലും ഒരു തമ്മനയിലൂടെ എടുക്കാം. ഇത് സെറ്റാക്കാം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഓഫ് റോഡ് വീഡിയോ ആയിട്ട് നിങ്ങൾ കൂട്ടണ്ട. എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വന്നത്. ഇത് ഓഫ് റോഡ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വണ്ടികളും കാര്യങ്ങളായി. പിന്നെ ഞാൻ ഓഫ് റോഡും കയറിയൊന്നും നമ്മൾ കയറിയിട്ടുമില്ല. അങ്ങനെ കുറച്ച് സീനുണ്ട് ഈ വീഡിയോക്ക്. അതുകൊണ്ട് എന്തായാലും അപ്പോൾ എല്ലാവരും പരമാവധി ഫുള്ള് വീഡിയോ കണ്ടിട്ട് സെറ്റാക്കാൻ നോക്കുക. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മൾ ഇനി വീഡിയോ ഇടാൻ പോകുന്നത്. പിന്നെ നമ്മളിഷ്ടമുള്ള കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാരും ഒന്ന് ലൈക്ക് ചെയ്ത് തരാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ ഗൈസ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചെറിയൊരു കിടിലം ഓരോ വ്യൂവിലൊക്കെ നമ്മളെ വണ്ടി ഇങ്ങനെ കയറ്റി കൊണ്ടുണ്ട്. അത് നല്ലൊരു കിടിലം വ്യൂ കേട്ടോ. കിടിലം നമ്മുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ കിടിലായിട്ട് കയറുന്നുണ്ട്. ഇനി പതുക്കെ പിടിച്ചില്ലെങ്കിൽ അടിയിലോട്ടൊരു ചാട്ടമായിരിക്കും കണ്ടോ. നമുക്കത് ബ്രേക്ക് പിടിച്ച് നിൽക്കാൻ നോക്കാം. ഇല്ല, നിൽക്കുന്നില്ല കേട്ടോ. വണ്ടി നിൽക്കുന്നില്ല. അപ്പം നിന്ന് ഇപ്പം കറക്റ്റായി. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോ ക്ലിപ്പ് ഇത്രയും കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ ബൈ.